കൊലുമ്പൻ കാട്ടിയ വഴിയിലെ ഇടുക്കി ഡാം. കാലം 1932. ഇടുക്കി ഇന്നത്തെ പോലെയല്ല. സൂര്യപ്രകാശം പോലും മണ്ണിൽ വീഴാത്തത്ര ഇടതൂർന്ന കൊടുംകാട്. ആനയും പുലിയും വിഹരിക്കുന്ന ആ കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ചെമ്പൻ കൊലുമ്പൻ. ഊരാളി ഗോത്രത്തിലെ ആ കാരണവർക്ക് കാട് വെറുമൊരു സ്ഥലമായിരുന്നില്ല, അതൊരമ്മയായിരുന്നു. ആ കാട്ടിലൂടെയാണ് ഒരു ദിവസം നായാട്ടിനായി മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായ W.J. ജോൺ എന്ന സായിപ്പ് കടന്നുവരുന്നത്. ജോൺ സായിപ്പിന് വഴികാട്ടിയായി മുന്നിൽ നടന്നത് കൊലുമ്പനായിരുന്നു. കാട്ടിലെ അത്ഭുതങ്ങൾ ഓരോന്നായി സായിപ്പിന് കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ കൊലുമ്പൻ അദ്ദേഹത്തെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിച്ചു. കുറവൻ, കുറത്തി എന്നീ രണ്ട് കൂറ്റൻ മലകൾ. അവയ്ക്കിടയിലൂടെ അലറി വിളിച്ചൊഴുകുന്ന പെരിയാർ നദി. ആ മലയിടുക്കിൽ നിന്ന് താഴേക്ക് നോക്കിയ ജോൺ സായിപ്പ് അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും ഇടുങ്ങിയ എന്നാൽ ബലമേറിയ രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളം തടഞ്ഞു നിർത്തിയാൽ അത് ലോകത്തിലെ തന്നെ വലിയൊരു അത്ഭുതമാകും എന്ന് ആ എഞ്ചിനീയറിംഗ് ബുദ്ധി തിരിച്ചറിഞ്ഞു. ഇവിടെ ഒരു അണക്കെട്ട് പണിതാൽ കേരളത്തിന്റെ ഭാവി തന്നെ മാറും. സായിപ്പിന്റെ ആ ചിന്തയ്ക്ക് വിത്തുപാകിയത് അദ്ദേഹത്തെ ആ മലയിടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കൊലുമ്പനായിരുന്നു. കൊലുമ്പനില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇടുക്കി ഡാം എന്ന ആശയം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ജോൺ സായിപ്പ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചെങ്കിലും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞാണ് ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്കടുക്കുന്നത്. 1960കളിൽ കനേഡിയൻ സഹകരണത്തോടെ ഡാം പണി ആരംഭിച്ചു. താൻ കാണിച്ചുകൊടുത്ത സ്ഥലത്ത് വലിയ യന്ത്രങ്ങൾ വരുന്നതും മലകൾ തുരക്കുന്നതും കോൺക്രീറ്റ് മതിലുകൾ ഉയരുന്നതും കാണാൻ കൊലുമ്പൻ അവിടെ തന്നെയുണ്ടായിരുന്നു. രാപ്പകലില്ലാതെ ആയിരക്കണക്കിന് തൊഴിലാളികൾ അധ്വാനിച്ചു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം രൂപം കൊള്ളുന്നത് ആ ഗോത്രകാരണവർ കൗതുകത്തോടെയും അഭിമാനത്തോടെയും നോക്കിനിന്നു. കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വികസനത്തിന്റെ ആരവമുയർന്നു. ഒടുവിൽ 1976 ഫെബ്രുവരി 12 ഇടുക്കി ഡാം നാടിന് സമർപ്പിക്കുന്ന ചരിത്രനിമിഷം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡാം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു നാടിന്റെ ജനത മുഴുവൻ മനസ്സിൽ കൊലുമ്പന് നന്ദി അർപ്പിക്കുകയായിരുന്നു. വലിയ ബിരുദങ്ങളോ ശാസ്ത്രജ്ഞാനമോ ഇല്ലെങ്കിലും തന്റെ അനുഭവസമ്പത്തുകൊണ്ട് ഒരു നാടിനെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കൊലുമ്പന് കഴിഞ്ഞു. ഇടുക്കിയുടെ ചരിത്രം എപ്പോഴെഴുതിയാലും അതിലെ ആദ്യത്തെ അധ്യായം ചെമ്പൻ കൊലുമ്പൻ എന്ന ആ മഹാത്മാവിന്റേതു മാത്രമായിരിക്കും.